ഫ്രാൻസിസ് ആലുക്കാസ് ഡോക്ടർ കേരളയിൽ ഫീമെയിൽ ക്യാരക്ടർ റൗണ്ടിൽ ഇനി നിങ്ങളെ ചിരിപ്പിക്കുവാൻ ശ്രീജിത്ത് കൈവേലി നിങ്ങളുടെ ഭാവി പറയുന്ന ഒരു കൈനോട്ടക്കാരിയായി എത്തുന്നു. മുല്ലപ്പും പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഇങ്ങോട്ട് നീട്ടി തുപ്പാതെ. നീ അലങ്കാട് നിക്കണേക്ക. 10-40 വർഷമായി ഞാൻ ഇവിടെ തന്നെ തുപ്പുന്നു. ഒരു 1.5 മീറ്റർ ദൂരമേ ഇപ്പൊ കിട്ടുന്നുള്ളൂ. അത് എന്റെ കുറ്റമാണോ? കുറച്ചേക്ക് കൈയൊക്കെ നോക്കാൻ അറിയാവോ? കൈ നോക്കാൻ അറിയാവോന്ന്? പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോ ഡ്രൈവറുടെ കൈ നോക്കി ഫലം പറഞ്ഞു. നിങ്ങൾ 2 ദിവസം കൊണ്ട് ഈ ചെറിയ ടയറുള്ള വാഹനം മാറ്റി ഉടനെ 2 വലിയ ടയറുള്ള വാഹനം വാങ്ങുമെന്ന് പറഞ്ഞു തീർന്നില്ല. ഓട്ടോ ഒരു തെങ്ങയിലിടിച്ച് കനാലില് ഉരുണ്ട് വരണ്ട് വീഴ്ചയും ഇപ്പൊ 2 വലിയ വീൽ ചെയറില്ല അവരുടെ സഞ്ചാരം കേട്ടോ. കഴിഞ്ഞ മാസം ഒരച്ഛൻ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-12 കൊല്ലമായി ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലെന്ന്. ഞാൻ പറഞ്ഞു, അടുത്ത കുംഭത്തിൽ തന്നെ നിങ്ങളുടെ മകൾ പ്രസവിക്കുന്നു. എന്ത് കുംഭം? മകരത്തിൽ തന്നെ പ്രസവിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ല, കല്യാണം കഴിയാത്ത കുട്ടിയ കേട്ടോ. അല്ല, ഒന്നാമത് ആൺകുഞ്ഞി. എല്ലാ കുറച്ചുകളും ഇപ്പൊ പറയുന്നത് ദൈവങ്ങളുടെ ഷീട്ട് നോക്കിയിട്ടാണ് കേട്ടോ. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഷീട്ട് നോക്കിയിട്ടാണ്. സാമൂഹ്യ പ്രവർത്തകരെ അതുപോലെ തന്നെ സന്യാസിമാരുടെ ഷീട്ട് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഉദാഹരണത്തിന് MLA-മാരുടെ ഷീട്ട്, MP-മാരുടെ ഷീട്ട്, മന്ത്രിമാരുടെ ഷീട്ട്, ഈ ഷീട്ടുകൾ നോക്കിയിട്ടാണ് ഞാൻ ഫലം പറയുന്നത് കേട്ടോ. അല്ലാത്ത മക്കളെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നഖം നോക്കി മുഖത്തിൽ ലക്ഷണം പറയാ കേട്ടോ. ദുബായ് കാണാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതെ, എനിക്കതിന് പാസ്പോർട്ടും വിസയൊന്നുമില്ല. പാസ്പോർട്ടും വിസയൊന്നും വേണ്ടടാ. നിങ്ങൾ CD എടുത്ത് വീട്ടിൽ കുത്തിരിഞ്ഞ് കണ്ടാ മതി. നല്ല പടമാ മമ്മൂട്ടിയുടെ ദുബായ് കേട്ടോ. ഇരുന്നാട്ട പോലെ തത്തമ്മേ തത്തമ്മേ. ഈ ഏട്ടന്റെ മുഖത്ത് നോക്കി നല്ലൊരു ചീട്ട് വലിച്ചു കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ലീഡറുടെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഒന്നിലും ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. മകനെ ചൊല്ലി എപ്പോഴും ഒരു വിഷമമുണ്ട് അല്ലേ? പേടിക്കാനൊന്നുമില്ല. മകളിപ്പോഴും കൂടെ തന്നെ ഇല്ലേ? വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ മക്കൾ ഇങ്ങോട്ട് വരും കേട്ടോ. വിനാശകാര് ഇവരീടെ ഉദ്ദി ദക്ഷിണ വെച്ച് കൈ മടക്കിക്കോളൂ മക്കളെ. മക്കളെ, അമ്മച്ച് ഫലം പറയാം കേട്ടോ. അടുത്ത് വരൂ തത്തമ്മേ തത്തമ്മേ. ഈ ജുബാച്ചേട്ടന്റെ മുഖത്ത് നോക്കി ഒരു ചീട്ടങ്ങോട്ട് വലിച്ചു കൊടുക്കൂ. അങ്ങനെ തത്തമ്മ നിനക്ക് പഴം തരാവിടി. ചീട്ട് വലിക്കൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. മുഖ്യന്റെ പടമാണ് വന്നിരിക്കുന്നത്. പഴയ വീട് ഇടിച്ചു പൊളിച്ച് പുതിയ വീട് പണിയാനുള്ള പരിപാടി ഉണ്ട് അല്ലേ? JCB കൊണ്ട് തന്നെ ഇടിച്ചു പൊളിച്ചോളൂ. മൂന്നാറിലെ പോലെ ഒരു തരി പോലും ബാക്കി വെക്കണ്ട കേട്ടോ. പിന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നാട്ടിൽ നായകനാണ് കേട്ടോ. മസിൽ വിടണം. ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറയാനുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. ഈ അമ്മച്ചെ മനസ്സിൽ ധ്യാനിച്ചാ മതി കേട്ടോ. കൈ മടക്കിക്കോളൂ ദക്ഷിണ വെച്ച്. അത്തമ്മേ ചീട്ട് വലിക്കടി. മുഖത്തെപ്പോഴും കറുപ്പാണല്ലേ? വൈദ്യുതി മന്ത്രിയുടെ പടമാണ് വന്നിരിക്കുന്നത്. വന്നും പോയും കൊണ്ടേയിരിക്കും. ഒരു നിശ്ചിത ഇല്ല അല്ലേ? എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നടക്കുന്നില്ലെങ്കിലും വീട്ടിലെ മീറ്റർ നല്ലോണം നടക്കുന്നുണ്ടല്ലോ. നല്ലോണം നടക്കുന്നുണ്ടെങ്കിൽ ഒരു കരിങ്കല്ലെടുത്ത് കുത്തി പൊട്ടിച്ചേക്കും. ദോഷം ഒന്നും വരില്ല. പിന്നെ ഫീസ് അടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ദക്ഷിണ വെച്ച് കൈ മടക്കിക്കോളൂ മക്കളെ. തത്തമ്മേ തത്തമ്മേ. ഈ ചേട്ടന്റെ മുഖം നോക്കി നല്ലൊരു ചീട്ട് വലിക്ക്. അങ്ങനെ വീട്ടിൽ പട്ടിണിയാണല്ലേ? അല്ലാതെ ചീട്ട് വരില്ല. ഭക്ഷ്യമന്ത്രിയുടെ പടമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ജീവിതം മൊത്തം റേഷരി പോലെ കല്ലും മുള്ളും നിറഞ്ഞിരിക്കുകയാണ്. ബന്ധുക്കളെയൊക്കെ റേഷരി പെറുക്കി ചാടുന്നത് പോലെ ദൂരെ കളയുക. പരിസരം ആകെ ഒരു ദുർഗന്ധമുണ്ട്. ആട്ടെ, വീട്ടിലായിരിക്കെങ്കിലും പഞ്ചസാരയുടെ അസുഖമുണ്ടോ? ഉണ്ടാവില്ല. കാരണം റേഷൻ പഞ്ചസാര ഇല്ലല്ലോ. ഭാര്യ വണ്ണം കഴിച്ച് ഉരുക്കോട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്റെ ഭഗവതി, ഈ കച്ചവടം നടത്തുമ്പോ. ഹലോ, അതെ. ഇത് എന്താ പഠിക്കാൻ പറ്റില്ലല്ലോ.
എന്റെ ഭഗവതി, എന്റെ മോളിൽ പഠിക്കാൻ വന്നില്ലെന്നാ. ആര് കണ്ടാലും ഒന്ന് നോക്കി പോന്ന പെണ്ണ. അവളുടെ സൗന്ദര്യത്തെ പറ്റി പറയാനെങ്കിൽ തത്തമ്മേ തത്തമ്മേ എന്റെ കാർത്ത് മോളിൽ പഠിക്കാൻ ചെല്ലുന്നെന്ന്. എന്റെ ഭഗവതി, എന്റെ മുത്തപ്പൻ ദൈവേ, ഞാനിത് ഇവിടെ വെച്ച് സഹിക്കൂ. തത്തമ്മേ, എന്റെ മകളെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ചീട്ടങ്ങോട്ട് വലിക്ക് തത്തമ്മേ, പെട്ടെന്നാവട്ടെ. നന്ദകിശോരാ ഹരേ മാധവ. എന്റെ തത്തമ്മേ, നീ വലിച്ച ചീട്ട് സുദേശ് മാധവന്റെ ചീട്ടാണല്ലോ നീ. ഇനി പൂജ തുടങ്ങിയോ ആവോ? ഓം അഗ്നിവീരേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രക്തധാതമം. പൂജ തുടങ്ങും മുമ്പേ അങ്ങോട്ടെത്താം, അല്ലെങ്കിൽ എന്റെ മകളുടെ സീഡ് കാണേണ്ട ഗതികേട് ഈ നാട്ടിലെ പോലീസുകാർക്കുണ്ടാകുമല്ലോ. എന്റെ ദൈവമേ, ശ്രീജിത്ത്, എന്ത് തോന്നുന്നു? എങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു? ഹാപ്പിയായിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഉള്ള കാര്യം പറയട്ടെ, അതിഗംഭീരമായിരുന്നു. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഓരോ പെർഫോം ചെയ്യുമ്പോഴും ഞങ്ങള് ശ്രീജിത്തിനെ വാച്ച് ചെയ്യായിരുന്നു. കാരണം ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക നടനാണ് ശ്രീജിത്ത്. ബിക്കോസ് ഒരു വേഷം ചെയ്യുമ്പോൾ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, അതിനുവേണ്ടി എടുക്കുന്ന ഹോംവർക്ക്, ആ വേഷപ്പകർച്ച, ഓരോ കാരിക്കേച്ചേഴ്സും കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായ കോസ്റ്റ്യൂമിൽ വരാറുണ്ട്. അതിന് പറ്റിയൊരു മാറ്റർ ഇതിനകത്ത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ടൈപ്പിലൊരു തത്ത എടുത്ത് പറയുന്നത് എല്ലാം ദൈവങ്ങളുടെയൊക്കെ ആണല്ലോ. ഇത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഇപ്പോഴുള്ള പൊളിറ്റീഷ്യൻസിനെയും മറ്റ് സമൂഹത്തിലെ കുറ്റവാളികളെ, പ്രതികളെയൊക്കെ ഉൾപ്പെടുത്തി അതിനൊരു തുടക്കവും ക്ലൈമാക്സും ഒക്കെ ഉണ്ടായി. പിന്നെ പെർഫോമൻസ് വൈസിലും ഒട്ടും വീക്കായിട്ടില്ല, വളരെ നന്നായിരുന്നു. എന്റെ അഭിപ്രായത്തില് അതിഗംഭീരമായി. എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പുള്ളിയുടെ ചിന്ത തന്നെ. ഇതാരാ ഇതിന്റെ തീം ഉണ്ടാക്കിയത്? സുഹൃത്ത് സുധന്റെ ഐഡിയ ആണല്ലേ? നന്നായിരുന്നു. അപ്പോ അതിനേക്കാൾ ഉപരി സുധൻ വെറുതെ ഒരു ഐഡിയ ഒന്ന് കോറിയിട്ടുണ്ടൊന്നും കാര്യമില്ലല്ലോ. അത് അവതരിപ്പിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത കിട്ടുന്നത്. ഇപ്പോ അവതരിപ്പിച്ചപ്പോ ഈ തത്തയെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു സംഭവം ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഏതാ പ്രത്യേകിച്ച് പെൺകുട്ടി സുമാരി ചേച്ചിയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്നതല്ല, പുറമേ കണ്ടാൽ ഇരിപ്പ്, ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ്, വളരെ കറക്റ്റ് ആയിരുന്നു. രാജുവേട്ടൻ പറഞ്ഞ പോലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളാണ്. അത് ഈ പെട്ടിയൊക്കെ കണ്ടാൽ അറിയാം. അത് വരച്ചില്ല, ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എന്തിനുവേണ്ടി അതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് കോഴിക്കോട് ഈ സാധനങ്ങളായിട്ട് വരിക, കോസ്റ്റ്യൂം ധരിക്കുക. അതിനുവേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും പെർഫോം ചെയ്യുമ്പം അതിന്റെ ഈ സ്റ്റേജിന് വേണ്ട പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരാറുണ്ട്. അത് കാണിക്കുന്നത് ഒരു നടന്റെ സിൻസിയറിറ്റിയാണ്. അയാൾ തൊഴിലിൽ സിൻസിയറായി എല്ലാം ചെയ്താൽ മാത്രമേ നന്നായിട്ട് വരത്തുള്ളൂ. യു ആർ ഡൺ ഇറ്റ്.